ബംഗ്ലാദേശിലെ ഇസ്കോണിൻ്റെ നേതാവും സന്യാസി ശ്രേഷ്ഠനുമായ ചിന്മയ് കൃഷ്ണദാസിൻ്റെ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. ജാമ്യത്തിന് എത്തിയ അഡ്വക്കേറ്റ് കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. സംഘർഷം ബംഗ്ലാദേശിൽ വ്യാപകമാകുന്നു. ഇതിനെ തുടർന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിനോടൊരു അഭ്യർത്ഥന നടത്തിയിരുന്നു. അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നുള്ള ഒരു അഭ്യർത്ഥനയായിരുന്നു നൽകിയത്. ഇതിപ്പോൾ ബംഗ്ലാദേശ് തള്ളിയിരിക്കുന്നു. ബംഗ്ലാദേശ് പറയുന്നത് തങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടേണ്ട, ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇരു രാജ്യത്തിൻ്റെയും ബന്ധം വഷളാക്കുമെന്നുകൂടി ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ബംഗ്ലാദേശ് നൽകിയിരിക്കുന്നത്. ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ തന്നെയാണ് ഇന്ത്യയുടെ ഈ അഭ്യർത്ഥന തള്ളിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉലയുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഷെയ്ഖ് ഹസീനയ്ക്ക് പിന്നാലെ ഇന്ത്യക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായിട്ടാണ് ബംഗ്ലാദേശിലെ വിവിധ സംഘടനകൾ വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച ബംഗ്ലാദേശ് സർക്കാർ തന്നെ ഇന്ത്യക്കെതിരെ നിലപാട് കടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയിലും വലിയ രീതിയിലുള്ള സംഘർഷങ്ങളാണ് ബംഗ്ലാദേശിൻ്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ അഡ്വക്കേറ്റ്, അതായത് ഈ സ്വാമിക്ക് ജാമ്യമെടുക്കാൻ വന്ന അഡ്വക്കേറ്റ് ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതകളുമുണ്ട്. കാരണം ചിറ്റകവും അടക്കമുള്ളിടത്ത് പ്രതിഷേധങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ജനം തെരുവിൽ തന്നെയാണ്. അവർ പ്രതിഷേധം തുടരുക തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.